ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സേഫ് ആൻഡ് കംഫർട്ട് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ക്രിസ്തുമസ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. മുട്ട ബീറ്റ് ചെയ്യോ ഷുഗർ പൗഡർ ആക്കുകയോ ഒന്നും വേണ്ടാത്ത കുട്ടികൾക്ക് വരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു കിഡു ടീ കേക്ക് റെസിപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ 2-3 പ്രാവശ്യമൊന്നും അരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം എല്ലാം കൂടെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ മൈദ മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബൗളിൽ തന്നെയാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അതിനു മുൻപ് കേക്ക് മോൾഡ് ഞാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു മോൾഡിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഈ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ പഞ്ചസാര പൊടിച്ചത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഷുഗർ കംപ്ലീറ്റ് മെൽറ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്കുള്ള എസൻസുകളും ചേർക്കാം കേട്ടോ. ഞാനത് വിട്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി എമൽഷനാണ്, അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളറും ഫ്ലേവറും വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇവിടെ ഷാനിമോൾക്ക് സ്ട്രോബെറി ഫ്ലേവറിനോട് വലിയ താല്പര്യമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ ആക്കിയത് കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക. നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലല്ലേ മിക്സ് ചെയ്യുക. പക്ഷേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണെന്ന് പറഞ്ഞത്. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് നുറുക്കിയതും റൈസിൻസും നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ടുട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് അതിനോട് താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ലൊരു കളർഫുള്ളായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. പ്ലം കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. സോക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പോൾ കാഷ്യൂസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിലും ഫ്ലേവർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു 1/4 ടീസ്പൂൺ കൂടെ സ്ട്രോബെറി എമൽഷൻ ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ ഈ ഒരു പാത്രം ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിഡ് ഇതിൽ കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫോയിൽ വെച്ച് ഇത് കവർ ചെയ്യാണ്. ചൂട് കംപ്ലീറ്റ് പുറത്ത് പോകാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കണം, അപ്പോഴാണ് നമ്മുടെ കേക്ക് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു 35-40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നല്ല രീതിയിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോയെന്നും കൂടെ നോക്കാം. കേക്ക് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്ട്രോബെറി കേക്ക് ഇവിടെ ചൂടക്കാറി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരുന്നതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് മലായി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ പാലിൽ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തതിന് ശേഷം സിറപ്പായിട്ടോ ഒഴിച്ച് വെറ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഹെർഷ്യസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ലൈന് പോലെ ഒഴിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് വെറ്റാക്കി എടുക്കുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ സ്ട്രോബെറി ക്രഷും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.